പ്രതീക്ഷയിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല പാലമാണ് സുഖനിദ്ര. പറഞ്ഞിരിക്കുന്നത് എഴുത്തുകാരനായ ഇ ജോസഫ് കോസ്മാനാണ്. നന്നായി ഉറങ്ങാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ഉന്മേഷം പകരുന്ന സുഖനിദ്ര ലഭിക്കട്ടെ എന്ന സന്ദേശത്തോടെ ലൈഫ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. കൂർക്കം വലിയും നിദ്രാ തടസ്സവും എന്നതാണ് ഇന്ന് ലൈഫ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ENT വിഭാഗം തലവനായ ഡോക്ടർ ഇഡിക്ല കെ മാത്യൂസ് ആണ്. ഡോക്ടർ, വെൽക്കം ടു ലൈഫ് ഡോക്ടേഴ്സ്. ഒരു ഐറിഷ് പഴമൊഴിയുണ്ട്, നല്ല ചിരിയും നീണ്ട ഉറക്കവും ഒരുമാതിരി എല്ലാ വിഷമതകളും തന്നെ മാറ്റുമെന്ന്. അത് സത്യവുമാണ് ഒരു പരിധിവരെ. പക്ഷേ പലപ്പോഴും നമ്മളിൽ പലർക്കും നന്നായി ഉറങ്ങാനും പറ്റുന്നില്ല, കൂടെയുള്ളവരെ ഉറക്കാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കൂർക്കം വലിയെ പറ്റിയാണ്. പക്ഷേ നമ്മൾ പലരും ഈ കൂർക്കം വലി ഒരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. അതൊരു സ്വാഭാവിക കാര്യം എന്ന് തന്നെയാണ്. പക്ഷേ ഈ കൂർക്കം വലി പലപ്പോഴും ഒരു പ്രശ്നമാവാറില്ലേ, ആരോഗ്യ പ്രശ്നമാവാറില്ലേ? വളരെ ആൾക്കാരുടെ കാര്യത്തിലും അതൊരു നല്ല പ്രശ്നമായിട്ട് തന്നെ തീരുമാനം. ഒരു കണക്കനുസരിച്ച് 1/3 അല്ലെങ്കിൽ 4/1 വിഭാഗം ആൾക്കാരുടെ ലോകത്തിൽ കണക്കെടുത്താൽ അവർക്ക് ഈ കൂർക്കമ്പലിയും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ബാധകമാണ്. സോ അതൊരു സ്വാഭാവികമായ ഒരു ചേഞ്ചസ് ആണെങ്കിലും അത് ചികിത്സിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. മാറ്റി അത് ആ വിഷമത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാവുന്നതാണ്. അപ്പോൾ ഈ കൂർക്കം വലി ഒരു അപകടമാണെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്? കൂർക്കം വലി പെർസേ ഒരു അപകടമല്ല. പക്ഷേ കൂർക്കം വലി ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞ് സ്ലീപ്പ് അപ്നിയ എന്നുള്ളൊരു അസുഖം ഉണ്ടാകും. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന ഒരു അനുഭവമാണ്. ഇടയ്ക്ക് ഒരു 10 സെക്കൻഡിന് കൂടുതൽ ശ്വാസം നിന്നു പോകുന്ന ഒരനുഭവമാണ് ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഈ സ്ലീപ്പ് അപ്നിയ ഉള്ളവർക്ക് പലതരം വിഷമതകൾ ഉണ്ടാവാം. അതിൽ നിന്ന് ഉണ്ടാകുന്നതിൽ പ്രധാനമായിട്ടും അവരുടെ ഈ പറഞ്ഞ പോലെ നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ മനുഷ്യന് സുഖകരമായി വർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങളിൽ ഇടപെടാനും സാധിക്കുകയില്ല. ഒരു ഉന്മേഷക്കുറവുണ്ടാവും. അതിൽ നിന്ന് ഡേ ടൈം സ്ലീപ്പിനെസ് എന്ന് പറഞ്ഞത്, രാത്രിയിൽ നല്ലതുപോലെ ഉറങ്ങിയില്ലെങ്കിൽ പകൽ സമയത്ത് ഡേ ടൈം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ വണ്ടി ഓടിക്കുന്നോ അല്ലെങ്കിൽ വലിയ മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യുന്നവരിങ്ങനെ ഉറങ്ങിപ്പോയെങ്കിൽ ആ സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൂടാതെ സ്വന്തമായിട്ട് തന്നെ പലതരം അസുഖങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. കാർഡിയാക് പ്രോബ്ലംസ്, ഈ സ്ട്രോക്ക് മുതലായ കാര്യങ്ങൾ, ഡയബറ്റീസ്, ലിവർ പ്രോബ്ലംസ്, ഇതെല്ലാം ഇതിൽ നിന്ന് ഒരു പരിധി വരെ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലീപ്പ് അപ്നിയയിൽ നിന്ന് പിന്നെയും ഈ കൂർക്കം വലിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ചിലരൊക്കെ വളരെ അഭിമാനത്തോട് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവന് കൂർക്കം വലിയുണ്ട്, കാരണം അവൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും ഒക്കെ കൂർക്കം വലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂർക്കം വലിക്ക് പാരമ്പര്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതൊരു ജനറ്റിക് പ്രിഡിസ്പൊസിഷൻ ഉണ്ട്. അത് ബേസിക്കലി അതുള്ളത് കൂർക്കം വലി സാധാരണ കാണുന്നത് ഇച്ചിരി വണ്ണമുള്ളൊക്കെ ആൾക്കാരാണ്. വെയിറ്റ് കൂടുതലായെങ്കിൽ ഞങ്ങൾ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ BMI 30-ൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ കൂർക്കം വലിയുടെ കാര്യം വിഷമം ഉണ്ടാകാവുന്നതാണ്. അതുപോലെ തന്നെ നെക്ക് സർക്കംഫറൻസ് ഒരു 16 ഇഞ്ചും 17 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ ആ ആൾക്കാർക്ക് കൂർക്കം വലിക്ക് സാധ്യതയുണ്ട്. കാരണം അത് ഫാറ്റ് ഡിപ്പോസിഷൻ മൂലമാണ് ഈ നെക്ക് സർക്കംഫറൻസ് കൂടുന്നത്. അപ്പം അങ്ങനെ അത് പാരമ്പര്യമായിട്ടാണല്ലോ. ഒരു നല്ല വെയിറ്റുള്ള ഫാദറിൻ്റെ മക്കളും വെയിറ്റ് ഉള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ആ പാരമ്പര്യം ശരിയാണ്, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അതിൽ. അപ്പോൾ ഡോക്ടർ പറയുന്നത് പോലെ ഈ കൂർക്കം വലിയും പറഞ്ഞതുപോലെ സ്ലീപ്പ് അപ്നിയ പ്രശ്നങ്ങളുമുള്ള ആൾക്കാർക്ക് പൊതുവെ അവരുടെ ഒരു ശരീര പ്രകൃതിയിൽ തന്നെ പ്രത്യേകതകളാണ്. ഒന്ന് അമിതവണ്ണം, 2 കുറുകിയ കഴുത്ത്, അങ്ങനെ മറ്റെന്തെങ്കിലും ശാരീരിക പ്രത്യേകതകളുണ്ടോ അവർക്ക്? ഉണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ ഈ BMI എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റും ഹൈറ്റും തമ്മിലുള്ള ആനുപാതികമാണ്. സോ വെയിറ്റ് കൂടുതലും ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കിലാണ് കൂടുതലായിട്ടും കാണുന്നത്. മറ്റുള്ളവരിൽ ഇല്ലാന്നില്ല, ഉണ്ടാവും, പക്ഷേ കൂടുതലായിട്ടും കാണുന്നത് ഇത്രയും. അതുപോലെ തന്നെ ആണുങ്ങളിലാണ് കൂടുതലും. ഒരു 2:1 റേഷ്യോ ഉണ്ട് ആണുങ്ങളിലും സ്ത്രീകളിലും തമ്മിൽ. ആണുങ്ങളിലാണ് അത് കൂടുതലായിട്ടുണ്ടാകുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ലൈക്ക് എക്സസീവ് ഡ്രിങ്കിങ്, സെഡേറ്റീവ് ഡ്രഗ്സ് എടുക്കുന്നവരിൽ, അങ്ങനെയുള്ളവർക്കൊക്കെയും കൂർക്കം വലി കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഡോക്ടർ ഈ കൂർക്കമ്പലിയുടെ കാര്യം പറഞ്ഞു. പക്ഷേ ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് മലയാളികൾക്ക് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്കേ അറിയുള്ളൂ. ഇപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചു എന്താ അതെന്ന്. അപ്പോൾ പലരും ഈ ഒരു അസുഖത്തെ പറ്റി ബോധവാന്മാരല്ല. കാരണം നമ്മൾ ഉറക്കത്തിൽ ഇടയ്ക്ക് എഴുന്നേൽക്കുന്നു, തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറങ്ങുന്നു. നമ്മൾ മനസ്സിൽ നമ്മളത് അറിയുന്നില്ല. പക്ഷേ അത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കാര്യം ഈ വ്യക്തി എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? അത് മോസ്റ്റ് പ്രോബബ്ലി അത് മനസ്സിലാക്കേണ്ടത് കൂടെ ഉള്ള ആളാണ്, കൂടെ കിടക്കുന്ന ആളവർ കൂടെ ആ മുറിയിലുള്ള ആളാണ്. വിറ്റ്നസ്ഡ് അപ്നിയ എന്ന് പറയും. ആൾ അത് കണ്ടത് മനസ്സിലാക്കാം. അല്ലെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. ആ സമയത്ത് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡോക്ടർമാർക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അത് കാണിച്ചു കൊടുക്കാനും പറ്റും. വാട്ട് ഹാപ്പൻസ്, ഈ നമ്മുടെ ശരീരത്തുള്ള ഓക്സിജൻ ലെവൽ കുറയും ഈ ബ്രീതിങ് നിൽക്കുമ്പോൾ. ബ്രീതിങ് നിൽക്കുമ്പോൾ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ സാധാരണഗതിയിൽ ബ്രെയിൻ അത് സ്റ്റിമുലേറ്റ് ആയിട്ട് ആളിനെ ഉണർത്തും. സോ എല്ലാം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉറങ്ങുക ഉണരുക ഉറങ്ങുക ഉണരുക. ആ സമയത്ത് ഈ ശബ്ദം വലുതായിട്ട് പുറപ്പെടുവിക്കും, ചോക്കിംഗ് സെൻസേഷൻ ഉണ്ടാവും, വെരി റെസ്റ്റ്ലെസ് ആയിരിക്കും, കൈയും കാലും ഇട്ടടിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അത് കണ്ടാൽ അത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കാം. അപ്പം ബേസിക്കലി ദ സ്പൗസ് will notice it more, and she also suffers, she or he suffers also, because she can't sleep with the, so much of noise and so much of activity going by the side of it. So അതൊരു കൂടെയുള്ള ആളാണ് അത് കൂടുതലായിട്ടും അനുഭവിക്കും. ഉറങ്ങുന്ന ആൾക്ക് അത് മനസ്സിലാകത്തില്ല. പിറ്റേ ദിവസം തുറക്കുമ്പോൾ തലവേദന ഉണ്ടാവും, വായെല്ലാം ഉണങ്ങിയിരിക്കും, ഒരു ഉന്മേഷക്കുറവുണ്ടാവും, പിന്നെ എന്തോ കുറേ ചെറിയ സ്റ്റിമുലസ് ഇല്ലാത്ത സമയത്ത് പോലും ഉറക്കം വരും. അങ്ങനെയൊക്കെയുള്ള സംഗതിയിൽ നിന്ന് ഇതാണ് നമ്മുടെ അസുഖം എന്ന് പറയാൻ ഡോക്ടർ. നമുക്കൊരു കോളർ ഉണ്ട്, വെയിറ്റിംഗിലാണ്. ഒറ്റപ്പാലത്ത് നിന്ന് ശ്രീദേവിയാണ്. ശ്രീദേവി, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഓക്കെ. ഹലോ. യെസ് സർ, ഞാൻ ശ്രീദേവി. സർ, എൻ്റെ അച്ഛന് പറഞ്ഞോളൂ, കേൾക്കാം. സർ, എൻ്റെ അച്ഛൻ ഉറങ്ങുമ്പോൾ ഭയങ്കര കൂർക്കം വലി ഭയങ്കര ശബ്ദമാണ് അച്ഛന്. എന്നിട്ട് ഉറക്കം ശരിയായി കിട്ടുന്നുണ്ടോ? അതോ ഉറങ്ങുന്നുണ്ട് അച്ഛൻ. എപ്പോ പകലാണെങ്കിലും പോലും അച്ഛൻ ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഒക്കെ എപ്പോ കിടന്നാലും അച്ഛൻ നല്ല ഉറക്കമാണ്. പക്ഷെ അത് കൂർക്കമ്പലി കൊണ്ട് മാത്രം പ്രശ്നങ്ങളില്ല. ശബ്ദം ലൗഡാണോ അല്ലാതാണോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷേ അത് കൂടെയുള്ള ആൾക്കാർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അത് നമ്മൾ ഐ തിങ്ക് വിൽ കം ടു ദാറ്റ്. അത് എന്ത് പരിഹാരം ചെയ്താണ് ഇത് ശരിയാക്കുന്നതെന്നുള്ളത്. സോ സ്ലീപ്പ് അപ്നിയ എന്ന് വെച്ചാൽ നല്ലപോലെ ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സീരിയസ് പ്രോബ്ലം അല്ല. പക്ഷേ അത് ശരിയാക്കാവുന്നതാണ് നമ്മൾ ആവശ്യപ്പെട്ടാലും. അപ്പോൾ എന്ത് തന്നെയാലും ചിലപ്പോൾ ഈ രാത്രിയിലത്തെ ഉറക്കത്തിൻ്റെ ഒരു അപര്യാപ്തത കാരണമായിരിക്കും അദ്ദേഹം പകൽ വന്നാലും ഉറങ്ങുന്നത്. പോസിബിൾ. സോ അതിന് ഒരു പോളിസോംനോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഒരു രാത്രി മുഴുവൻ ആളിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഓക്സിജൻ ലെവൽസും ECG എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ആൾക്ക് ശരിയായ ഉറക്കം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ വലുതായിട്ട് കൂർക്കം വലിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വളരെ അഭികാമ്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കൂർക്കമ്പലിയുടെ കുറേ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ശ്വാസതടസ്സവും സ്ലീപ്പ് അപ്നിയയും ഉണ്ടാവാം? ആക്ച്വലി 2 തരം സ്ലീപ്പ് അപ്നിയ ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നുള്ളതാണ്. ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ. അത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഡിഫക്റ്റിൽ നിന്നുണ്ടാകുന്നതാണ്. സാധാരണഗതിയിൽ നമ്മുടെ ബ്ലഡ് ലെവൽ, കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽ കൂടുമ്പോൾ, ദാറ്റ് മീൻസ് നമ്മൾ ലങ്സിൽ നിന്നുള്ള എയർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽ കുറയ്ക്കേണ്ടതാണ്. അത് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ ഒരു സെൻറ്ററാണ്. ആ സെൻറ്ററിൻ്റെ വർക്കിംഗ് ശരിയല്ലെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ഹാപ്പൻ. ദാറ്റ് ഇസ് കോൾഡ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ. അതൊരു കാരണമാണ്. അങ്ങനെ ഒരു കാരണമാണ്. ബാക്കി കാരണങ്ങൾ മിക്കവാറും പിന്നെ ഇത് മിക്സ്ഡ് ആയിട്ടുണ്ട്. രണ്ടും കൂടെ പ്രവർത്തിക്കുന്ന മിക്സ്ഡ് അപ്നിയ എന്ന് പറയും. സോ അത് രണ്ടും കൂടെയുള്ള സംഗതികളുണ്ട്.
സോ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അപ്നിയ ലെവൽസ് ഉണ്ടാവാം. പിന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ കൂർക്കം വലി കുറയ്ക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് പൂർണ്ണമായിട്ടും മലർന്നു കിടന്ന് ഉറങ്ങുന്നത് ഒഴിവാക്കുക, തല ചെരിച്ച് കിടക്കുക, ഇങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്. ഇതൊക്കെ ശരിയാണോ? ശരിയാണ്, ഒരു പരിധി വരെ അത് ശരിയാണ്. നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ ഗ്രാവിറ്റി മൂലം നമ്മുടെ ടങ് പുറകോട്ട് പോയിട്ട് ഫാരിങ്സ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഔട്ട്ലെറ്റിനോട് അടുപ്പത്ത് വരുമ്പം ആ പാസേജ് വളരെ നാരോ ആവും. അപ്പോൾ കൂടുതൽ പ്രശ്നമുണ്ടാകും. സോ സൈഡിൽ കിടക്കുമ്പോൾ അത്രയും പ്രശ്നമില്ല. പിന്നെ ദർ ഈസ് ഒരു ഇൻക്ലൈനിൽ ഒരു 45 ഡിഗ്രീസ് ഇൻക്ലൈനിൽ കിടന്നാൽ അത്രയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടാവില്ല. പിന്നെ വെയിറ്റ് ലോസ് ഈസ് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഇത് കുറഞ്ഞു വരും. സോ നമ്മൾ എന്തോ അത് ചെയ്താലും വെയിറ്റ് കുറച്ചില്ലെങ്കിൽ വെയിറ്റ് കൂടിക്കൂടി വന്നാൽ അത് എഫക്റ്റീവ് ആവത്തില്ല. സോ ഞങ്ങൾ ആദ്യം പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനാണ്. വെയിറ്റ് കുറച്ചാൽ സംഗതികൾ ബെറ്റർ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ശ്വാസ തടസ്സം വരുന്നതിൻ്റെ കാരണം ഈ വിൻ പൈപ്പിലൂടെയുള്ള ശ്വാസത്തിൻ്റെ മൂവ്മെൻറ്റ് തടസ്സപ്പെടുന്നതുകൊണ്ട്. അപ്പോൾ ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് മറ്റു പല രോഗങ്ങളിൽ കൊണ്ടും ഉണ്ടാവരുത്. അതായത് ഈ ടെമ്പറൽ മാൻഡിബുലാർ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിൽ ദശ വളരുന്നത്, മൂക്കിൽ ദശ വളരുന്നത്, ചില തരം ക്യാൻസേഴ്സ് അതുകൊണ്ടൊക്കെ ഉണ്ടാവാം. സോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചെക്കപ്പ് ചെയ്യുന്നത് മസ്റ്റാണ്. ഡോക്ടറെ കാണിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വരുത്തി തീർക്കേണ്ടത് ഒരു എസെൻഷ്യൽ കാര്യമാണ്. ഒരു കോളറോടുണ്ട് ഡോക്ടറെ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ശാന്തമ്മയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ. എനിക്ക് കൂർക്കം വലി ഉണ്ട് സാർ, നന്നായിട്ട്. ഞാൻ സ്ലീപ്പ് സ്റ്റഡി നടത്തിയ വീട്ടിൽ വന്ന് ഒരാൾ വന്ന് സ്ലീപ്പ് സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പൊ എനിക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. പക്ഷെ എനിക്ക് അതിനെന്താ ചെയ്യണ്ടേ? അതിന് മിഷനറി വെക്കണം, എന്തോ മെഷീൻ വെക്കണം. മെഷീൻ വെക്കണം. CPAP എന്ന് പറഞ്ഞ ഒരു മെഷീനുണ്ട്. അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർ പ്രഷർ എന്ന് പറയുന്നത്. അതുമൂലം അതൊരു ചെറിയ പമ്പാണ്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ഒരു പമ്പ് വെച്ച് എയർ അണ്ടർ പ്രഷർ നമ്മൾ ഒരു മാസ്ക് വെച്ച് വായിക്കൂടെ അകത്തോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ എയർവേ ഇങ്ങനെ സ്പ്ലിൻറ്റ് ചെയ്ത് തുറന്നു വിടും. അപ്പോൾ എയർ നമ്മുടെ ലങ്സിലോട്ട് കടക്കുന്ന ഉടനെ ഈ പ്രശ്നങ്ങൾ സോൾവ് ആയിട്ട് വരും. അതിനകത്തെ അത് വളരെ നല്ലതാണ്. അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ അതിനകത്ത് കംപ്ലൈൻസ് എന്ന് വെച്ചാൽ അത് വെച്ച ഒരു ബുദ്ധിമുട്ട് പോലെ ചിലർക്ക് തോന്നും. അത് എപ്പോഴും അത് വെച്ചുകൊണ്ട് കിടക്കണമെന്നുള്ളത്. പക്ഷേ വൺസ് ആദ്യം കുറേ 1-2 ആഴ്ച അതുകൊണ്ട് യൂസ് ടു ആയാൽ മിക്കവാറും അതുകൊണ്ട് ആൾക്കാരത് വലിയൊരു ബോധറേഷനായിട്ട് എടുക്കത്തില്ല. സോ ബേസിക്കലി CPAP ആണ് അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്. മറ്റു വെയിറ്റ് റിഡക്ഷനും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ വേണ്ടി വരും. പക്ഷേ ആദ്യമേ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് CPAP ആണ്. അത് CPAP ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറിയൊക്കെ ചെയ്ത് അത് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇടുങ്ങിയ നാസാരന്ധ്രങ്ങളും വലിയ ടോൺസിൽസും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ വരാമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയും ഒക്കെ ടോട്ടലി ഒരു ഘടന തന്നെ ഇതിലൊരു ഭാഗമാകുന്നില്ല? ഉണ്ടാകും, ശരിയാണ്. എസ്പെഷ്യലി പിള്ളേരിൽ സ്ലീപ്പ് അപ്നിയൻ്റെ മെയിൻ റീസൺ വലിയ ടോൺസിലും അഡിനോയിഡ്സ് എന്ന് പറഞ്ഞൊരു ടിഷ്യൂ ഉണ്ട്. മൂക്കിന് പുറകിൽ നേസോഫാരിങ്സിൻ്റെ റൂഫിൽ അഡിനോയിഡ് എന്ന് പറഞ്ഞൊരു ടിഷ്യൂ വലുതാകുന്നത് കൊണ്ടാണിത്. അങ്ങനെയുള്ള സമയത്ത് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയാൽ വളരെ പെട്ടെന്നും വളരെ ഇഫക്റ്റീവായിട്ടും ഡ്രമാറ്റിക്കായിട്ടും ചേഞ്ചസ് ഉണ്ടാകും. പിള്ളേരുടെ കൂർക്കം വലി അന്നേരം നിൽക്കും. അവരുടെ ഈ കൂർക്കം വലിയും സ്ലീപ്പ് അപ്നിയ ഉള്ളവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റും വളരെ പതുക്കെയാണ്. സോ അത് എഫക്റ്റീവാണ്. സോ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ബെറ്റർ ആവും, അവരുടെ അറ്റൻഷൻ സ്പാൻ ബെറ്റർ ആവും, കേൾവി ബെറ്റർ ആവും. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഓപ്പറേഷൻ ചെയ്താൽ വളരെ പ്രയോജനം കിട്ടും. ഇപ്പോൾ ആ ഒരു പേഷ്യൻ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് ഈ സ്ലീപ്പ് സ്റ്റഡി, ഡോക്ടർ പറഞ്ഞതുപോലെ ഈ പോളിസോംനോഗ്രഫി എന്നൊക്കെ പറയുന്നത് വളരെ അറിയാത്ത വാക്കുകളാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എവിടെയാണ് നടത്താൻ പറ്റുന്നത്? കാരണം പലർക്കും അതറിയില്ല. ഇത് ട്രീറ്റ് ചെയ്യുന്ന ആശുപത്രികളിലൊക്കെ അത് ടെസ്റ്റ് ചെയ്യാം. അത് കൂടാതെ വേറെ പ്രൈവറ്റ് ഏജൻസീസ് അവർ എറണാകുളത്തൊക്കെ അടുത്താണെങ്കിൽ അവർ വീട്ടിൽ വന്ന് തന്നെ അത് ചെയ്തു കൊടുക്കും. അതിൻ്റെ ഒരു ചാർജ് കൊടുത്താൽ അവർ വീട്ടിൽ വന്ന് തന്നെ ഒരു പോർട്ടബിൾ മെഷീൻ കൊണ്ടുവന്ന് അത് ചെയ്യും.
അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആവും. അത് ആശുപത്രിയിൽ കൂടി അത് ഇടപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെ അത് ചെയ്യാം. ആശുപത്രിയിൽ എല്ലാം ഒട്ടുമിക്കവാറും ആശുപത്രികളിൽ ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു ഇൻവേസീവ് ഒന്നുമല്ല, നമ്മൾ ബ്ലഡ് പ്രഷർ എടുക്കുന്ന പോലത്തെയൊക്കെയുള്ള സംഗതികളേ ഉള്ളൂ, അല്ല അതൊരു കുത്തിവെക്കുകയോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടറിന്റെ ഒരു പ്രൊസീജിയറോട് പറഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർക്ക് അത് രാത്രിയിൽ ഒരു പ്രത്യേകം ഒരു മുറിയിൽ, ഏതെങ്കിലും ഒരു മുറിയിൽ ആ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് ECG, ബ്ലഡ് ഓക്സിജൻ ലെവല്, കാർബൺ ഡയോക്സൈഡ് ലെവല്, EEG, ചില സമയത്ത് EEGയും കൂടി എടുക്കും. അതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്യുകയാണ്. ആ മെഷീനിൽ തന്നെ അതിൻ്റെ ലീഡ്സ് കണക്ട് ചെയ്തിട്ട് കൊടുത്താൽ രാത്രി മുഴുവൻ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു റെക്കോർഡായിട്ട് വരും. അപ്പം എത്ര പ്രാവശ്യം ഈ പേഷ്യൻ്റ് എഴുന്നേൽക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം PCO2 കൂടുന്നുണ്ട്, എത്ര പ്രാവശ്യം ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ട് എന്നെല്ലാം അത് റെക്കോർഡ് ചെയ്തു വരും. സാധാരണഗതിയിൽ ലെസ് ദാൻ 5 ആയിരിക്കണം ഒരു മണിക്കൂർ പെർ അവർ. അപ്നിയ ഇൻഡെക്സ് എന്ന് പറയും, അതിൽ ലെസ് ദാൻ 5 ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ കൂടുതലാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ. അന്ന് നമുക്ക് രാവിലെ ഉറക്കം മാറുന്നില്ല, അതുപോലെ തന്നെ ക്ഷീണം തോന്നുന്നു, തളർച്ച തോന്നുന്നു, ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, തലവേദന, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി ചെറിയ പരിണിത ഫലങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായ രോഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വലിയ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞ പോലെ കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാകും, മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, സ്ട്രോക്ക് ഉണ്ടാകും, സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ്സ് ഉണ്ടാകും, ഡയബറ്റീസ് കൺട്രോൾഡിന് വളരെ പ്രശ്നങ്ങളുണ്ടാകും, ലിവറിന് പ്രശ്നങ്ങളുണ്ടാകും, ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് സഡൻ ഡെത്ത്സ് ക്യാൻ ഓക്കർ. അത് വെരി അൺഎക്സ്പ്ലെയിൻഡ് ഡെത്ത്സ് ഒക്കെ മോസ്റ്റ്ലി ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ദിസ്. രാവിലെ വൈകുന്നേരം ഉറങ്ങാൻ കിടന്ന ആൾ രാവിലെ നോക്കുമ്പം മരിച്ചു കിടക്കുന്നത്, in some cases this may be due to, I mean I'm not saying everything is like that, but in some cases this can be due to that. ശരി, പലരും ഈ പറഞ്ഞ പോലെ ഉറക്കത്തിൽ സുഖമരണമായിരുന്നു എന്ന് പറയും, ചിലർ ചെറുപ്പത്തിൽ തന്നെ ഉറക്കത്തിൽ. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഒരു കാരണമാണ്, ഇതൊരു കാരണമാണ്, എല്ലാം അതുകൊണ്ടും ആയിരിക്കില്ല, പക്ഷേ ഇതൊരു കാരണമാണ്. ഒരു കോളറോടുണ്ട്, ഇടുക്കിയിൽ നിന്ന് ഷംനയാണ്. ഷംന, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ. യെസ്, ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഓക്കെ. ഞാൻ വിളിക്കാം, പുള്ളിക്കാരനാണ് ഈ ഉറക്കക്കുറവാണ്. പകല് ഉറക്കം, രാത്രി ആകുമ്പോൾ ഉറക്കക്കുറവാണ് ആളിന്. അതിൻ്റെ കൂടെ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ മണവസ്തുക്കളൊന്നും എടുക്കുന്നത് അങ്ങനെയൊന്നും പുള്ളിക്ക് പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളിന്. നമ്മൾ ഒരുപാട് മരുന്നൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തതാണ്, എന്നിട്ടും ഒരു വ്യത്യാസം വരുന്നില്ല. പറഞ്ഞത് രാത്രിയിൽ ഉറക്കം സുഖമാകുന്നില്ല, പകല് ഉറങ്ങുന്നതാണ്. പകൽ ഉറക്കം, അത് കാരണം ബിസിനസ്സാണ്, അന്നേരം അതിന് ശ്രദ്ധിക്കാൻ പറ്റുന്നൊന്നുമില്ല. അല്ല, അതന്നെ ഞങ്ങൾ ഈ പറഞ്ഞു വന്നത്. അതിനൊരു ടെസ്റ്റ് ഉണ്ട്, ഈ പോളിസോംനോഗ്രാഫി എന്ന് പറയും, രാത്രിയിൽ എങ്ങനെ ഉറങ്ങുന്നു എന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും, നമ്മുടെ അതിൻ്റെ സാങ്കേതിക നെയിമാണ് പോളിസോംനോഗ്രാഫി. സ്ലീപ്പ് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാക്കും എങ്ങനെയാണ് പുള്ളിയുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ എന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താ നമുക്കത് റെമഡി ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഉറക്കം വളരെ വളരെ എസെൻഷ്യലാണ്. മനുഷ്യന് ഉറക്കമില്ലാതെ കഴിയാൻ പറ്റില്ല. സോ നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഉറക്കമില്ലാത്തവർ പിന്നെ ക്വാറൽസമായിരിക്കും, അവർ മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്സ് വളരെ അബ്രപ്റ്റും ഒക്കെ ആയിരിക്കും. സോ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശരിയാക്കേണ്ടത് വളരെ അത്യാവശ്യവും തന്നെയാണ്. കോളറിന് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തു തന്നെയാലും നമ്മൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് കൂടുതലും പുരുഷന്മാരിലാണെന്ന് പറയുന്നത്. പക്ഷേ സ്ത്രീകളും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ലല്ലോ, സ്ത്രീകൾക്കും ഉണ്ടാകാമല്ലോ. കൂടുതലും പുരുഷന്മാരിലാണ്, പക്ഷേ സ്ത്രീകളിൽ ഡെഫിനറ്റ്ലി ഈ ഫിസിക്കൽ അട്രിബ്യൂട്ട്സ് ഉള്ള സ്ത്രീകളിലും അത് ഡെഫിനറ്റ്ലി കാണും. ഒരിക്കലും സ്ത്രീകളിൽ ഉണ്ടാകത്തില്ല എന്നൊന്നുമില്ല, സ്ത്രീകളിലും ഉണ്ട്. പക്ഷേ പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത്. ഒരു റേഷ്യോ 1:2 ആണ്. 2 പുരുഷന്മാരിലുണ്ടെങ്കിൽ ഒരു സ്ത്രീയിൽ കാണും. അപ്പോൾ ഡോക്ടർ, നമ്മൾ പറയുമ്പോൾ ഏത് രോഗത്തിനും ഓരോ ഘട്ടങ്ങളുണ്ട്, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനും പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റേജസിലും നമുക്ക് ഏത് രീതിയിലുള്ള ചികിത്സയാണ് കൊടുക്കാൻ പറ്റുന്നത്? വെരി ഏർലി സ്റ്റേജ്, ഞാൻ പറഞ്ഞ പോലെ
ഈ AHI ദാറ്റ് മീൻസ് അപ്നിയ ഹെപ്പനിയ ഇൻഡെക്സ് 5 താഴെയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട. 5 to 15 ആണെങ്കിൽ അത് മൈൽഡ് സ്ലീപ്പ് അപ്നിയ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുക, നമ്മുടെ എക്സസൈസസ് കൂട്ടുക, ആൽക്കഹോൾ ഒഴിവാക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അത് ട്രീറ്റ് ചെയ്യാൻ. 15 മേളിലാണെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ വേണ്ടി വരും. ഒന്നിൽ ബ്രീതിങ് മെഷീൻസ്, പിന്നെ ദർ ആർ സം ഡിവൈസസ്, അത് വെച്ച് ഈ ടങ് മുമ്പിലോട്ട് പുഷ് ചെയ്യാനായിട്ടുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ട്, അത് വെച്ച് ചെയ്യാവുന്നതാണ്. So 15 to 30 is we called moderate apnea, and over 30 ആണെങ്കിൽ ഡെഫിനറ്റ്ലി CPAP മെഷീനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ വേണ്ടി വരും. ഈവൻ 15 to 30 നമ്മൾ CPAP മെഷീൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ നാക്ക് മുന്നോട്ടാക്കാനുള്ള മെഷീൻ, അതുപോലെ തന്നെ നൈറ്റ് ഗാർഡ്, അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്, ബട്ട് അത് യൂസ്ഫുൾ ആയിരിക്കുന്നത് ഈ 15 താഴെ, ദാറ്റ് മീൻസ് മൈൽഡ് ആപ്നിയ ഉള്ളവർക്ക് മാത്രമാണ് അത് യൂസ്ഫുൾ ആയിരിക്കുന്നത്. മോഡറേറ്റ് ആൻഡ് സിവിയർ ആപ്നിയ ഉള്ളവർക്ക് അത് അത്ര പ്രയോജനപ്പെടുത്തില്ല. ദർ ആർ മെനി തിങ്സ്. ഈ മൂക്കിനകത്തോട്ട് മൂക്കിൻ്റെ നാസദുരങ്ങൾ വലുതാക്കാനായിട്ടുള്ള ട്യൂബ്സ് പോലത്തെ സംഗതിയുണ്ട്. നാക്ക് മുമ്പിലോട്ട് വലിച്ചു വെച്ച് അതൊരു ഡിവൈസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ വെരി മൈൽഡ് ആപ്നിയൊക്കെ ഉപയോഗപ്പെടും. അതായത് ഓരോ ആളിനും ഓരോ പ്രശ്നം കാരണമായിരിക്കും ഇതുണ്ടാകുന്നത്. അപ്പോൾ ആ പ്രശ്നത്തെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സ. അതുപോലെ തന്നെ ഈ ഒബ്സ്ട്രക്ഷൻ തന്നെ വേറെ ഡിഫറെൻറ്റ് ലെവൽസിലുണ്ട്. മൂക്കിനകത്ത് കാണും, ഫാരിങ്സി കാണും, നേസോഫാരിങ്സി കാണും, ലാരിങ്സി കാണും. അങ്ങനെ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് വേണം അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ദാറ്റ് മീൻസ് സർജറിയുമായിട്ട് ഒരു സർജറി എല്ലാവർക്കും ഉതകുന്നതല്ല. ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് സർജറീസാണ്. ഒരു കോളറോടുണ്ട് ഡോക്ടറെ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അനീഷാണ്. അനീഷ്, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഡോക്ടർ, എൻ്റെ വൈഫിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നതായിരുന്നേ. ഓക്കെ. അവൾക്ക് കൂർക്കം വലി ഇല്ല, പക്ഷെ എപ്പോഴും രാത്രി കിടന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകുന്ന പോലെ ചാടി എണീക്കുകയാണ്. കൂർക്കം വലി ഞങ്ങൾ ടെസ്റ്റ് നോക്കിയായിരുന്നു, ഞങ്ങൾ മോണിറ്റർ ചെയ്ത് നോക്കി. കൂർക്കം വലി എന്ന് പറയുന്ന സംഭവം ഇല്ല. മോണിറ്റർ ചെയ്തെന്ന് പറഞ്ഞ സ്ലീപ്പ് സ്റ്റഡി ചെയ്തതാണോ പറയുന്നത്? സ്ലീപ്പ് സ്റ്റഡി ചെയ്തായിരുന്നു. അപ്പോഴും അവര് പറയുന്നത് ഇത് ടെൻഷന്റെ ആണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊരു നമുക്കൊരു മരുന്നോ ഇതുവരെ ഒന്നും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അല്ല, അത് നമ്മൾ കാരണം കണ്ടുപിടിച്ചിട്ടേ നമുക്ക് മരുന്ന് ഇന്നതാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. സ്ലീപ്പ് സ്റ്റഡി കണ്ടാൽ അറിയാം ഇത് ആക്ച്വലി ഉറക്കത്തെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇത് ടെൻഷൻ കൊണ്ട് ഉറക്കമില്ലായ്മ ഉണ്ടാവാം, ദാറ്റ് ഈസ് ട്രൂ. അന്നേരം ആ സമയത്ത് പക്ഷേ ആ ഉറക്കത്തിന് ഈ സ്ലീപ്പ് സ്റ്റഡിയുടെ പാറ്റേൺ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ടെൻഷൻ കൊണ്ടാണോ അതോ ഒബ്സ്ട്രക്റ്റീവ് ആണോ, അതിന് ഓർഗാനിക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ അത് സ്ലീപ്പ് സ്റ്റഡിയുടെ ആ പാറ്റേൺ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇന്നതാണെന്നുള്ളത്. എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്താ മരുന്ന് അതിന് ഉപയോഗിക്കണം, അല്ല എന്താ റെമഡി അതിന് ഉപയോഗിക്കണമെന്നുള്ളത് പറയേണ്ടത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി കാണുമെന്ന്. ഇപ്പോൾ ഡോക്ടർ സർജറിയെ പറ്റി പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സർജറിയാണ് വേണ്ടത്. അപ്പോൾ പൊതുവെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഏത് തരത്തിലുള്ള സർജറിക്കാണ് വിധേയരാകുന്നത്? കൂടുതൽ ആൾക്കാർക്ക് ഈ നമ്മുടെ വിൻ പൈപ്പിൻ്റെ ഏറ്റവും മേളത്തെ ഭാഗം, ടങ്ങിൻ്റെ പുറയിലുള്ള ഭാഗം, ഓറോഫാരിങ്സ് എന്ന് പറയും. ഓറോഫാരിങ്സ് ആൻഡ് നേസോഫാരിങ്സ്, അതിലുള്ള ഒബ്സ്ട്രക്ഷൻ മൂലമാണ് കൂടുതൽ ആൾക്കാർക്കും ഇതുണ്ടാകുന്നത്. ഇത് സർജറി ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളൊരു ചെറിയ ട്യൂബ് ഇട്ട്, ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ഇട്ടിട്ട് അത് എവിടെയായി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കും. ഒരു ചെറിയ തരത്തിൽ അവരെ ഉറക്കും മരുന്ന് കൊടുത്തിട്ട്. ദാറ്റ് ഈസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്ന് പറയും. ചെറിയ തരത്തിൽ മരുന്ന് കൊടുത്ത് അവരെ ഉറക്കിയിട്ട് അവിടെ എക്സാക്ട്ലി എവിടെയാണ് ഈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അതനുസരിച്ചുള്ള ഓപ്പറേഷനാണ്. സോ ഈ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ഫിങ്ക്റ്റർ എക്സ്പാൻഷൻ ഫാരിംഗോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. അതിൽ ഈ ടോൺസിൽസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള മസിൽസ് എല്ലാം ടൈറ്റൻ അപ്പ് ചെയ്യും. അപ്പോൾ ടൈറ്റൻ അപ്പ് ചെയ്യുമ്പം കൊളാപ്സ് ചെയ്യത്തില്ല. ഇത്
സൈഡുള്ള വാൾസ് കൊളാപ്സ് ചെയ്യുന്നത് മൂലമാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. സോ അത് കൊളാപ്സ് ചെയ്യാതിരിക്കാനായിട്ട് ആ മസിൽസ് എല്ലാം ടൈറ്റൻ ചെയ്യും. അത് ക്വൈറ്റ് എഫക്റ്റീവാണ്. സ്നോറിങ്ങിന് വളരെ എഫക്റ്റീവാണ്. സ്ലീപ്പ് അപ്നിയയ്ക്ക് ഒരു 75 തൊട്ട് 90% ആൾക്കാർക്കും അത് എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു സർജറി കഴിയുമ്പോൾ എത്ര നാൾ അവർ വിശ്രമിക്കണം? അതിനുശേഷം എന്തെങ്കിലും മരുന്നെടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. വിശ്രമം ഒരു 10 ദിവസത്തേക്ക് നല്ല വേദന കാണും, അത്രയേ ഉള്ളൂ. ഇത് അകത്തുനിന്നാണ് ചെയ്യുന്നത്, പുറത്തൊന്നുമല്ല. ആദ്യത്തെ ദിവസം മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങൾ ICUയിൽ കിടത്തും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ആൻഡ് ഒരു 10 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കുന്ന ദ്രവരൂപത്തിലായിരിക്കണമെന്നുള്ളൂ, അല്ലാതെ വേറെ അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് റിഡക്ഷൻ ഇസ് എ മസ്റ്റ്. വെയിറ്റ് റിഡക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി, അല്ലാതെ ലോങ് ടേം മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ സർജറിക്ക് ശേഷം ഇമ്മീഡിയറ്റ്ലി ഈ വ്യക്തിക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ടോ? സർജറി ചെയ്യുമ്പോൾ കുറേയൊക്കെ ഇച്ചിരി നീരൊക്കെ വരും. അപ്പോൾ ഓൾറെഡി ഒരു കോംപ്രമൈസ്ഡ് എയർവേ ആണ്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പം സോ അതുകൊണ്ടാണ് ഞങ്ങൾ ICUയിൽ കിടത്തുന്നത്. ICUയിൽ ഒരു ദിവസം ICUയിൽ കിടത്തും, വാച്ച് ചെയ്യും. അല്ലാതെ അതിനകത്ത് സാധാരണഗതിയിലൊന്നും ഉണ്ടാവാറില്ല. ജസ്റ്റ് ഫോർ ടു ബി ഓൺ ദ സേഫസ്റ്റ് സൈഡ് നമ്മൾ ഒരു ദിവസം ICUയിൽ കിടത്തി വാച്ച് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ലീപ്പ് അപ്നിയയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉറങ്ങാനുള്ള സ്റ്റിമുലൻ്റ് മെഡിസിൻസ് കൊടുക്കാൻ ഉപദേശിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു മെഡിസിൻസും ഇല്ല. അങ്ങനെ അത് ഉപയോഗപ്പെടുന്നത് ഇത് കാരണം നമ്മൾ ഉറങ്ങിപ്പോയാൽ അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. ബിക്കോസ് പേഷ്യൻ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഓക്സിജൻ. അതിന് ആ സമയത്ത് ആ പേഷ്യൻറ്റിനെ സെഡേറ്റ് ചെയ്താൽ പേഷ്യൻ്റ് ഫൈറ്റ് ചെയ്യത്തില്ല. നമ്മൾ ബ്രീത്ത് ചെയ്യാനായിട്ട് ആ സമയത്ത് പേഷ്യൻ്റ് ഫൈറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. സോ ആ സമയത്ത് സെഡേഷൻസും ഉറങ്ങാനുള്ള മരുന്നുകളൊക്കെ ഡേഞ്ചറസ് ആണ്, കൊടുക്കാറേ ഇല്ല. അതിനെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതെ, കാരണം ഈ ഉറക്കത്തിൽ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒബ്സ്ട്രക്റ്റഡ് സ്റ്റേറ്റിൽ ഉറങ്ങിപ്പോയെങ്കിൽ അത് വലിയ അപകടമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ കൂടുതലായി ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് ഈ ഉറക്കം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരുടെയും പങ്കാളികൾ ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ. അല്ലെങ്കിൽ അമ്മമാരാണ്, കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്ക് പലപ്പോഴും അവർക്ക് പറയാൻ പറ്റില്ല. പകലൊക്കെ ഭയങ്കര എന്താടാ ഉറക്കം തൂങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ പലപ്പോഴും ഈ ഒരു പ്രശ്നമായിരിക്കാം. അപ്പം വീട്ടിലുള്ളവരും സുഹൃത്തുക്കളും ഒക്കെ ഇതൊന്ന് ഒബ്സർവ് ചെയ്യട്ടെ. എല്ലാവരും ജീവിതശൈലിയിൽ മാറ്റം വരുത്തി ഇതിൽ നിന്ന് വ്യത്യാസം വരട്ടെ. കൂടുതൽ ആൾക്കാർ പറഞ്ഞതുപോലെയുള്ള ടെസ്റ്റുകളിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് തന്നെയായാലും നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ഡോക്ടർ, ലൈവ് ഡോക്ടേഴ്സിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.